പട്ടിക്കാട് ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ എൽ.എസ്.എസ്. സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ ആദരവ്. പട്ടിക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിലാണ് പട്ടിക്കാട് ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ നിന്നും എൽ.എസ്.എസ്. സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് മൊമന്റോയും പഠനോപകരണ കിറ്റും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചത്. വനിതാ യൂണിറ്റ് പ്രസിഡന്റ് രാഗിണി മുകുന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് യൂണിറ്റ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നും ഇതിന്റെ ആദ്യ പരിപാടിയാണ് ഇതെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ രാഗിണി മുകുന്ദൻ പറഞ്ഞു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു ടീച്ചർ കുട്ടികളെ ആദരിച്ചുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിൽ നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നും ഇത്തരം സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയ്ക്ക് പഞ്ചായത്തിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നതായി പ്രസിഡന്റ് മിനു ടീച്ചർ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു. 3-ാം വാർഡ് മെമ്പർ അജു തോമസ് മുഖ്യ അതിഥിയായി. വനിതാ വിംഗ് യൂണിറ്റ് സെക്രട്ടറി മിനി ഏലിയാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറപ്പുള്ളി, ട്രഷറർ ജീന വിൽസൺ, യൂത്ത് വിംഗ് പ്രസിഡന്റ് എം കെ സുധീഷ്, സ്കൂൾ പ്രധാന അധ്യാപിക സുധ ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി തിമോത്തി പറപ്പുള്ളി നന്ദി പ്രകാശിപ്പിച്ചു. വിജയിച്ച എല്ലാ കുട്ടികൾക്കും ചടങ്ങിൽ വെച്ച് മൊമന്റോയും പഠനോപകരണങ്ങളും നൽകി. പൂർവ്വ വിദ്യാർത്ഥി ശോഭിതയുടെ പേരിൽ വനിതാ വിംഗ് മെമ്പർ അജിത സുരേഷാണ് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകിയത്. അപ്പോൾ നിങ്ങളാണ് ഇവിടുത്തെ അഭിമാന താരങ്ങൾ. വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു വർഷം നീണ്ട പ്രയത്നത്തിലൂടെയാണ് നിങ്ങൾക്കിത് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചത് ഇതൊരു തുടക്കം മാത്രമാണ്. എൽ.എസ്.എസ്. കഴിഞ്ഞു, 4-ാം ക്ലാസ് ആയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിലും കുറച്ചുകൂടെ ടഫാണ് 7-ാം ക്ലാസ്സിലെ USS. അതും നിങ്ങൾക്ക് തന്നെ കിട്ടും. ഉറപ്പായിട്ട് നിങ്ങളത് വാങ്ങണം. എനിക്ക് അന്ന് LSS കിട്ടി, USS കിട്ടിയില്ല എന്നുള്ള വാക്കല്ല പറയേണ്ടത്. എനിക്ക് LSS കിട്ടി, USS കിട്ടിയെന്ന് എല്ലാവരോടും പറയാൻ നിങ്ങൾ അതിനിടയാക്കണം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രത്യേകിച്ച് അധ്യാപകരെ ഞാൻ എടുത്തു പറയുന്നു. ഓരോ പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് സിലബസിലുള്ള LSSന് ചോദിക്കാനുള്ള പ്രത്യേകം കാര്യങ്ങൾ ഒരുപാട് ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുവാനും ഒരുപാട് അധ്വാനിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല രക്ഷിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു.